ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാവ് സ്പീക്സ് ബൈ കവി. എല്ലാവർക്കും സുഖമല്ലേ? പഴയ വീഡിയോ ഒക്കെ കണ്ടായിരുന്നോ? കാനഡയിൽ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ മറക്കാതെ കാണണേ. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോക്ക് കടന്നാലോ? കാനഡയിൽ വീട് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കല്യാണം കഴിക്കുമ്പോൾ എത്ര വലിയ ഡിസിഷനാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ വലിയൊരു ഡിസിഷനാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് കല്യാണം എത്ര വർഷം നിലനിൽക്കും നമുക്കറിയില്ല. പക്ഷെ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ 25-30 വർഷം വരെ അത് നമ്മളെ വിട്ടു പോവില്ല. ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് തുടരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ വീട് വാങ്ങിക്കുന്നതിൽ കാര്യമുള്ളൂ. കാരണം ഇത് വലിയൊരു ഡിസിഷനാ. ഇത് ലക്ഷങ്ങളോ കോടികളോ ഒക്കെയാണ് നമ്മുടെ പേരിൽ കടം വരാൻ പോകുന്നത്. അത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ വീട് വാങ്ങിക്കാൻ തീരുമാനിക്കാൻ. അല്ലാതെ പെട്ടെന്ന് ഒരു എടുത്തുചാട്ടത്തില് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ആൾക്കാർ വീട് വാങ്ങുന്നത്, ഫ്രണ്ട് വീട് വാങ്ങിച്ചു, അല്ലെങ്കിൽ എന്റെ ബന്ധു വീട് വാങ്ങിച്ചു, ചേച്ചി വീട് വാങ്ങിച്ചു, ചേട്ടൻ വീട് വാങ്ങിച്ചു, അങ്ങനെ ചിന്തിച്ച് ഒരിക്കലും നിങ്ങൾ വീട് വാങ്ങിക്കരുത്. നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് ഇപ്പോ വീട് വാങ്ങിക്കാൻ തയ്യാറാണോ? ഇത്രയും വലിയൊരു കടം നിങ്ങളുടെ തലയിൽ വരുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ലേ? നിങ്ങൾക്ക് അത് മാസം മാസം അടച്ചു പോകാൻ പറ്റുമോ? ഇത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എടുക്കുന്ന ഡിസിഷൻ ആണ് വീട് എന്നുള്ളത്. അല്ലാതെ ഒരാളുടെ ആഗ്രഹത്തിന് നമ്മൾ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആൾക്ക് അതൊരു ബർഡൻ ആയി വരും. കാരണം മാസം മാസം നമ്മുടെ സാലറിയുടെ നല്ലൊരു പങ്ക് നമ്മൾ മാസം അടയ്ക്കുന്ന വരും. അങ്ങനെ വരുമ്പോൾ മറ്റേ ആൾക്ക് അതൊരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, അല്ലേ? വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് കംഫർട്ട് ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അതിനു വേണ്ടി വീട് വാങ്ങിച്ചിട്ട് അവസാനം ജീവിക്കാൻ സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, വീട് വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ. കാനഡയിലെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ പോകുന്ന റിയൽ എസ്റ്റേറ്റ് ആണ്. കാരണം നാട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു വീടിനുള്ള വിലയിനേക്കാളും ഇരട്ടിയുടെ ഇരട്ടി വിലയാണ് നമുക്ക് കാനഡയിലാണെങ്കിൽ. ഈവൻ US വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും കാനഡയിൽ ഒരു നല്ലൊരു വീട് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു 1 മില്യൺ അടുത്ത്, ലൈക്ക് 10 ലക്ഷത്തിനടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ സാലറി അതിനനുസരിച്ച് വരണമെന്നില്ല. ഇപ്പൊ ഒരാളുടെ സാലറിയിലൊക്കെ ആണെങ്കിൽ വീട് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, രണ്ടുപേർക്കും ജോലി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ അതിന് പല ഗുണങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുപേർക്കും മന്ത്ലി അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, മാസം അടയ്ക്കുന്ന പൈസ. പിന്നെന്ന് വെച്ചാൽ നമുക്കൊരു നമ്മുടെ സാലറി സ്കെയിൽ നോക്കിയിട്ടാണ് ഇവിടുത്തെ ബാങ്ക് നമുക്ക് ലോൺ തരാം. അപ്പൊ നമുക്ക് ലോൺ അപ്രൂവ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ എത്ര വിലയിലുള്ള ഒരു വീട് വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് ബാങ്ക് നമ്മുടെ സാലറി സ്കെയിൽ വെച്ച് പറയും. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു സാലറി വെച്ച് നിങ്ങൾക്ക് 3 ലക്ഷത്തിന്റെ വീടേ വാങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 1 മില്യൺ വീട് വാങ്ങാൻ പറ്റും. അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് രണ്ടുപേരുടെ സാലറി കമ്പൈൻ ചെയ്യേണ്ടി വരും. കാരണം എനിക്കറിയാം, ഇപ്പൊ നമ്മളുടെ ഇപ്പൊ എത്ര പേർക്ക് ഉണ്ടാവും അത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള സാലറി ഒരാൾക്ക് തന്നെ ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ പിന്നെ ഏറ്റവും ബെറ്റർ രണ്ടുപേർക്കും ജോലി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ രണ്ട് പാർട്ട്നേഴ്സിനും ഫുൾ ടൈം ജോലിയാണ് ഏറ്റവും ബെസ്റ്റ്, പാർട്ട് ടൈം ജോലിനേക്കാളും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സാലറി സ്കെയിൽ കുറച്ചും കൂടെ നമുക്ക് ബാങ്കിൽ കാണിക്കാൻ കൂടുതലായിരിക്കും. പിന്നെ ക്രെഡിറ്റ് സ്കോർ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കാറ് വാങ്ങിക്കാനായാലും വീട് വാങ്ങിക്കാനായാലും ക്രെഡിറ്റ് സ്കോർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് എനിക്കറിയാം, നമ്മൾ ഭൂരിഭാഗം പേരുടെയും ക്രെഡിറ്റ് സ്കോർ അത്ര നല്ലതൊന്നും ആയിരിക്കില്ല. പക്ഷെ നല്ലതാവുന്നതാണ് ഏറ്റവും നല്ലത്. വീട് വാങ്ങിക്കുന്നതിന് മുന്നേ നമ്മൾ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ കൊണ്ട് ചെല്ലുകയാണെങ്കിൽ അത് ഏറ്റവും ഗുണം ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ലോൺ പാസ്സാവാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം നമുക്കൊരു ഫെയറോ അല്ലെങ്കിൽ ഒരു പുവർ ആയിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ ആണെങ്കിൽ ബാങ്ക് നോക്കുമ്പോൾ നമുക്കൊരു ലോൺ തരാന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അവർ നമ്മളെ റിലയബിൾ അല്ല എന്നുള്ള രീതിയിലാണ് കാണുക. പക്ഷെ നമ്മളൊരു ഗുഡ് ക്രെഡിറ്റ് സ്കോറോ വെരി ഗുഡ് ക്രെഡിറ്റ് സ്കോറിലോ പോവുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും നമ്മുടെ ലോൺ പാസ്സാക്കാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ എനിക്കറിയാം, നോർമലി എല്ലാവരുടെയും ക്രെഡിറ്റ് സ്കോർ ഒരു 600 to 700 ആ ഒരു റേഞ്ചിലായിരിക്കും നിൽക്കുന്നുണ്ടാവാം. പക്ഷെ ഒരാളുടെയെങ്കിലും, ലൈക്ക് പാർട്ട്ണറിൽ ഏതെങ്കിലും ഒരാളുടെയെങ്കിലും ഗുഡ് ആണെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ ഇത് ഒരു $10 ലക്ഷം അല്ലെങ്കിൽ $8 ലക്ഷം അത്രയും ഡോളേഴ്സ് നമുക്ക് ബാങ്കിൽ ലോൺ തരുമ്പോൾ അവർ ആദ്യം നമ്മുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ കൂടെ തന്നെ നമുക്ക് ഏതെങ്കിലും ഹൈ പേയിങ് ആയിട്ടുള്ള ഡെറ്റുകൾ വേറെ ഉണ്ടോ എന്നുള്ളത് നോക്കും. ലൈക്ക് നമ്മൾ അത്രയും രൂപ കടം വേറെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്ന കാര്യം കാറാണ്. കാരണം കാറ് നമുക്ക് ഒരു $25,000 $30,000-35,000 ആയിരിക്കും ഒരു കാർ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഫസ്റ്റ് യൂസ് ആയിട്ടുള്ള കാറാണ്. അപ്പൊ അങ്ങനത്തെ കാറ് നമ്മുടെ കയ്യിൽ ഉണ്ട്, നമ്മൾ മാസം മാസം അതിന്റെ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് സാലറി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആ ഒരു സാലറിയിൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ അവര് ചിലപ്പം നമ്മുടെ ലോണ് അവര് അത്രയും ലോൺ തരില്ല. നമുക്കിപ്പോ $8 ലക്ഷം ആണ് അവർ ലോൺ തരേണ്ടതെങ്കിൽ അത്രയും $1 ലക്ഷം അവർ തരില്ല. കാരണം ഈ ഒരു ലോണ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയ കാര്യം, ഇപ്പൊ നമുക്ക് സീരിയസ് ആയിട്ട് നമുക്ക് വീട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ അത്ര വില കൂടിയ കാർ യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഡെറ്റ് പെട്ടെന്ന് തന്നെ അടച്ചു തീർക്കാൻ നോക്കുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ആ കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും ബാങ്കിൽ നിന്നുള്ള ലോണ്.
അത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഞങ്ങൾ വീട് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വന്നായിരുന്നു. ലൈക്ക് ഞങ്ങളുടെ കാർ ഇങ്ങനെ ഫൈനാൻസിലായിരുന്നു ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള കാറായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ റിയലേറ്റർ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഒന്നില്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആക്കുക, അല്ലെങ്കിൽ ഈ കാർ വിൽക്കുക. അപ്പൊ നിങ്ങളുടെ ബാങ്കിലുള്ള ലോൺ അപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും എന്നുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബൈ വീക്കിലി ആണല്ലോ ഇവിടെ പേയ്മെന്റ് കാറിന്റെ. അങ്ങനെ നമ്മളൊരു $250 നമ്മൾ ബൈ വീക്കിലി അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറാണെന്ന് വെക്കുക. അപ്പോ നമ്മുടെ ബാങ്കിൽ ആ ലോൺ ഉണ്ടല്ലോ വീടിന് വേണ്ടിയിട്ടുള്ളത്, അതില് ഒരു $50,000 to $1 lakh എങ്കിലും അവർ കുറച്ചിട്ടാണ് നമുക്ക് തരുള്ളൂ. അത്രയും ഡിഫറൻസ് ആ ഒരു ഒറ്റ പേയ്മെന്റ്, നമ്മൾ അത്രയും പേയ്മെന്റ് കാറിന് അടയ്ക്കുന്നതിന് അവര് ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വീട് വാങ്ങിക്കുക എന്നുള്ള ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുക. പിന്നെ ഇതെല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഡിസൈഡ് ചെയ്യണം. ലൈക്ക് നിങ്ങൾക്ക് എവിടെയാണ്, ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് വീട് വേണ്ടത്. ഇപ്പൊ നമുക്കറിയാം മാർക്കറ്റിൽ ഇപ്പം ചില സ്ഥലങ്ങളിൽ പ്രൈസ് കുറവായിരിക്കും, ചില സ്ഥലങ്ങളിൽ പ്രൈസ് കൂടുതലായിരിക്കും. ഇപ്പൊ GT ഏരിയയിൽ ഉള്ള പ്രൈസ് ആയിരിക്കില്ല കുറച്ചും കൂടെ ഉള്ളിലോട്ട് സ്മോൾ സിറ്റീസിലോട്ട് പോകുമ്പോൾ. അപ്പൊ അത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് വീട് വാങ്ങിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഇടാൻ പറ്റും. ലൈക്ക് മന്ത്ലി നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് മന്ത്ലി നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എത്ര ഡൗൺ പേയ്മെന്റ്. ഇപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിന് ഇവിടെ 5% ഡൗൺ പേയ്മെന്റ് ഇട്ടാൽ മതി. അങ്ങനത്തെ ഒരു ഓഫർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാം, ലൈക്ക് 5% ഡൗൺ ഇടണോ, അത് നോർമലി 20% ഇടുന്ന പോലെ തന്നെ 20% ഇടണോ. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 5% ആകുമ്പോൾ ഇടുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വരുന്ന മോർഗേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. കാരണം അത്രയും എമൗണ്ട് ബാക്കി കിടക്കുന്നുണ്ട്. പക്ഷെ 20% ഇടുമ്പോൾ ആ വരുന്ന മോർഗേജ് ഇച്ചിരി കുറവായിരിക്കും. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ആ മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് 5% ഇടാൻ പറ്റുള്ളൂ. പിന്നെ ആ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിന്റെ, അത് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് 5% ഇട്ടാൽ മതി. പക്ഷേ നമ്മൾ ആദ്യം തന്നെ ഒരു മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുന്നേ ഡിസൈഡ് ചെയ്യണം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഇടാൻ പറ്റും, നമുക്ക് എത്ര മോർഗേജ് അടയ്ക്കാൻ പറ്റും. കാരണം നമ്മളൊരു മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊരു വീട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ വിചാരിക്കും, ഓ ഈ വീട് എനിക്ക് ഇഷ്ടമായി, ഇച്ചിരി നമ്മൾ പറയുന്ന ഒരു ലിമിറ്റിനേക്കാളും കൂടുതലുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മന്ത്ലി ആ മോർഗേജ് അടച്ചിട്ടില്ലെങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, സ്ട്രെസ് ആവും. അപ്പൊ അത് കാരണം ആദ്യം നമ്മൾ ഒരു ഡിസിഷൻ അങ്ങനെ നമുക്ക് ഇത്ര വിലയുടെ വീട് എടുക്കാൻ പാടുള്ളൂ, എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള നമ്മളൊരു ആ ഒരു ചിന്തയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്ക് ഭാവിയിൽ വിഷമിക്കേണ്ട ആവശ്യം വരില്ല. കാരണം നമ്മൾ ആ ഒരു ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്താൽ നമ്മൾക്ക് തന്നെയാണ് ഗുണം. നമുക്ക് സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാം, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒരു പ്രൈവറ്റ് ആയിട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് പൈസ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്നുള്ള എമൗണ്ട് എടുത്ത് നമ്മൾ ഇങ്ങനെ പേ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും വരില്ല. ഇനിയിപ്പോ നിങ്ങൾ 5% ഇട്ടിട്ട് മാത്രം വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പ്ലേസിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് 100 കിലോമീറ്റർ ആണ് അവർ നോക്കുക ബാങ്ക്. ഓക്കെ, 100 കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് അവരത് തരുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പം നിങ്ങൾ താമസിക്കുന്നത് സ്കാർബറോയിലാണ്, പക്ഷെ നിങ്ങൾക്ക് വീട് വേണ്ടത് ബ്രാംപ്ടണിലാണെന്ന് വെക്കാം. അപ്പൊ ഈ ബ്രാംപ്ടണിൽ നിന്ന് നിങ്ങളുടെ വർക്ക് പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ എന്താ വെച്ചാൽ ആദ്യം നമ്മൾ വിചാരിക്കുക, സ്മോൾ സിറ്റിയിലാണെങ്കിൽ വീടിന് വില കുറവാണ്, എന്നും ജോലിക്ക് പോയി വന്നാൽ പോരെ, കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ വീടെടുക്കും. പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മടുക്കും, ഇത്രയും ദൂരം ഞാൻ എങ്ങനെ ഓടിക്കും, ഡെയിലി 150 കിലോമീറ്റർ എങ്ങനെ ഓടിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. അപ്പൊ വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറിയാം. ഓക്കെ, ഇപ്പൊ റെന്റിന് എടുത്ത് വീടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ഈ വീട് പറ്റുന്നില്ലെങ്കിൽ അടുത്ത വീട്ടിലോട്ട് മാറാം. ഇത് നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല, 20-25 വർഷം നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാധനമാണ്. അപ്പോ അതും കൂടെ ചിന്തിച്ചിട്ട് വേണം, നിങ്ങളുടെ വർക്ക് പ്ലേസിലേക്കുള്ള ദൂരം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു സ്ഥലം സോർട്ട് ചെയ്തെടുക്കാൻ. ഇനി അതല്ല, ഇപ്പൊ ചിലവർക്ക് എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് അങ്ങനത്തെ അത്ര എഫക്ട് ചെയ്യില്ല. കാരണം ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി എവിടെ പോയാലും ജോലി കിട്ടുന്ന ഒരു പ്രൊഫഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ആ ജോലി മാറി വേറൊരു ജോലിയിലോട്ട് മാറാനുള്ള സാഹചര്യം ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അവർക്കും ഇങ്ങനെ ചിന്തിക്കേണ്ട. കാരണം അവർക്ക് എവിടെ ഇരുന്നാലും വർക്ക് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് വീട് എത്ര ദൂരെ ആണെങ്കിലും ആ ഒരു പ്രശ്നമല്ല. പക്ഷേ അതല്ലാതെ ഈ ഒരു ജോലി ഈ ഒരു സ്ഥലത്ത് തന്നെ വേണം, ഈ ഒരു സ്ഥലത്തെ എന്റെ ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൂ എന്നുള്ള ആൾക്കാരാണെങ്കിൽ മെയിൻ ആയിട്ട് വീടും വർക്ക് പ്ലേസും തമ്മിലെ ഡിസ്റ്റൻസ് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. പിന്നെ നിങ്ങൾ ഒരു റിയലേറ്റർ പോയി കണ്ട് നിങ്ങൾക്ക് ഒരു വീട് കാണിച്ചു തന്നിട്ട് നിങ്ങൾ ആ വീട് നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിൽക്കാം, പക്ഷെ അതുകൊണ്ട് മാത്രം നിങ്ങൾ ആ വീട് വാങ്ങിക്കാനുള്ള ഒരു ഡിസിഷനിൽ എത്തരുത്. നിങ്ങൾ നൈബർഹുഡും കൂടെ നോക്കണം. കാരണം നിങ്ങൾക്ക് ഫാമിലി ആവും, കുട്ടികളാവും, പിന്നെ അതുപോലെ തന്നെ നമുക്കപ്പോ സേഫ്റ്റി ആണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നല്ലൊരു നൈബർഹുഡ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ ജീവിക്കുമ്പം ഒരു ഹാപ്പിനെസ് കിട്ടില്ല. പക്ഷെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആണ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും ആ നൈബർഹുഡും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഒരു വീട് വാങ്ങിക്കുന്നതിന് മുന്നേ ജസ്റ്റ് അവിടെ ഒന്ന് കാർ ഓടിച്ച് പോയി നിങ്ങൾ ജസ്റ്റ് ആ ഒരു സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗകര്യങ്ങൾ ബാക്കി ഇപ്പൊ നമ്മളെ ഗ്രോസറി ആയാലും
കാറിന്റെ ആയാലും ഗ്യാസ് സ്റ്റേഷൻ ആയാലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. ഇപ്പം മലയാളികളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഫുഡ് വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതൊക്കെ അടുത്തുണ്ടോ, അതോ അതിങ്ങനെ വല്ലപ്പോഴും കുറെ ദൂരം ഓടിച്ചിട്ടാണോ പോകണ്ടേ? അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലവർക്ക് അതൊക്കെ പ്രയോറിറ്റി ആയിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ അതെല്ലാം നോക്കിയിട്ട് വേണം ഒരു നൈബർഹുഡ് സെലക്ട് ചെയ്യാൻ. കാരണം അതിനപ്പുറം നമ്മളൊരു സ്ഥലത്ത് പോയി വീട് വെച്ച് നമുക്ക് ഇന്ത്യൻ ഗ്രോസറി കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരരുത്. അപ്പൊ നിങ്ങൾ ആദ്യം ആ ഒരു നൈബർഹുഡും അവിടുത്തെ എമ്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം ഒരു വീട് സെലക്ട് ചെയ്യാൻ. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുട്ടികൾക്കുള്ള പാർക്ക്, അതുപോലെ തന്നെ സ്കൂള് അത്രയും ദൂരൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്കൂളൊക്കെ അടുത്തുണ്ടെങ്കിലൊക്കെ അതൊക്കെ നല്ലൊരു ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക, അങ്ങനത്തെ ഒരു നൈബർഹുഡ് ആണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ നല്ലൊരു റിയലേറ്ററെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ഹൗസിംഗ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ നമ്മൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റിയലേറ്ററെ അടുത്ത് വേണം നമ്മൾ പോവാൻ. അതല്ലെങ്കിൽ നമ്മളെ ഈസി ആയിട്ട് പറ്റിക്കാനും പറ്റും, നമ്മൾ ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് കുറെ പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം കനേഡിയൻ മാർക്കറ്റിൽ നമുക്കറിയാലോ, ഓൾറെഡി പൈസ ഭയങ്കര കൂടുതലാണ് വീടുകൾക്കായാലും. പിന്നെ ചില സമയത്ത് അതിന്റെ മാർക്കറ്റ് കൂടുതലായിരിക്കും, ചില സമയത്ത് ഇടിഞ്ഞിരിക്കുകയായിരിക്കും. പക്ഷെ അത് ഇടിഞ്ഞോ ഇതില്ലെന്നുള്ളത് നമ്മൾ ആ മാർക്കറ്റിൽ ഫുൾ ടൈം ഇരിക്കുന്ന ആൾക്കാരല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മളൊരു നല്ലൊരു റിയലേറ്ററുടെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഡോക്ടേഴ്സിന്റെ അടുത്ത് തന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറയണം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾക്ക് സത്യസന്ധമായി നമ്മുടെ അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് ഉണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് എത്ര എടുക്കാൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റുന്ന ഒരു റിയലേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു റിയലേറ്റർ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ലൈക്ക് നമ്മൾ മലയാളീസ് ആവും, നമ്മളെ മലയാളി റിയലേറ്റേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവർക്ക് നമ്മൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ വേറൊരു റിയലേറ്റർ എടുക്കുമ്പോൾ ചിലപ്പോ അവർക്ക് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം. ഇപ്പൊ ഞങ്ങള് വീട് വാങ്ങിക്കുമ്പോൾ ഞങ്ങള് പോയത് ഒരു മലയാളി ആയിട്ടുള്ള റിയലേറ്ററുടെ അടുത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് അവര് ഇപ്പൊ നമുക്കൊരു വീട് ഇഷ്ടപ്പെട്ടിട്ട് പക്ഷെ അതിന്റെ നൈബർഹുഡ് കൊള്ളത്തില്ല എന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ഇങ്ങോട്ട് പറയാണ് ചെയ്തത്, ഓക്കെ ഇത് വേണ്ട, ഇതൊരു നമുക്ക് പറ്റുന്ന ഒരു ഏരിയ അല്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇത്രയാണ്, നമ്മുടെ ബഡ്ജറ്റ് ഇത്രയാണ്, നമുക്ക് ഇത്രയാണ് ഡൗൺ പേയ്മെന്റ് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയാണ് മോർഗേജ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വീടാണ് ഞങ്ങൾ അപ്പാർട്ട്മെന്റ് ആണ് വാങ്ങിയത്, അപ്പാർട്ട്മെന്റ് ആണ് ഞങ്ങൾക്ക് കണ്ടുപിടിച്ച് തന്നത്. അതുപോലത്തെ ഒരു റിയലേറ്റർ നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള റിയലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോവാം. കാരണം ഇപ്പൊ നമുക്കറിയാം ഒരുപാട് റിയലേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊരു ചിന്തിച്ചിട്ട് വേണം ആ ഡിസിഷൻ എടുക്കാൻ. ലൈക്ക് ഏത് റിയലേറ്റർ വേണം എന്നുള്ളത് നന്നായി ചിന്തിച്ച് നിങ്ങൾക്ക് പറ്റുന്ന ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ച് നിങ്ങൾ ആ ഒരു റിലേറ്ററെ ഉറപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകളും ഉണ്ടായിരിക്കും. ഇതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് അറിയുന്ന ആളുടെ വർക്ക് പ്ലേസിലുള്ള വേറൊരാള് വീട് വാങ്ങിച്ച് കണ്ടിട്ട് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള റിയലേറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട്, അവർ തമ്മിൽ നേരിട്ട് പരിചയമൊന്നുമില്ല, ജസ്റ്റ് മറ്റേ ആള് വീട് വാങ്ങിച്ച ഒരു ബന്ധത്തിൽ ഇവർക്കും ആ ഒരു റിയലേറ്റർ വന്നതാണ്. അപ്പൊ അങ്ങനെ ഇവര് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയ റിയലേറ്ററിനെ എടുത്തപ്പോ എന്തുണ്ടായെന്ന് വെച്ചാല്, അതൊരു വലിയൊരു മാർക്കറ്റ് ആണ്, അവിടുത്തെ വീടുകൾക്ക് അത്രയും വിലയാണെന്നൊക്കെ പറഞ്ഞ് ഒരു വീടിന് ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ബാങ്ക് ഇത്ര പൈസയാണ് നമുക്ക് അപ്രൂവ് ചെയ്യാൻ നമ്മുടെ സാലറി വെച്ചിട്ട്. ഇനി അത്രയും നമുക്ക് വേണ്ട വീടിന് അതിനേക്കാളും പൈസ കൂടുതലാണെങ്കിൽ എന്താ ഉണ്ടാവാന്ന് വെച്ചാല്, നമുക്ക് ബാങ്കിന്റെ ലോണും അതിന്റെ കൂടെ തന്നെ പ്രൈവറ്റ് ലെൻഡേഴ്സിന്റെ കയ്യിൽ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അപ്പം ഇവരോട് ഈ വീടിന് ഇത്രയും വലിയ പൈസ ഉണ്ട്, ഇത്രയും മാർക്കറ്റ് ഉണ്ട്, നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോ, നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ട് ബാങ്കിന്റെയും പ്രൈവറ്റ് ലെൻഡറിന്റെയും പൈസയൊന്നും എടുപ്പിച്ചിട്ട് ഇവര് വീട് വാങ്ങി. അത് വാങ്ങിച്ച ഒരു വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അത് ഒരു പറ്റിക്കലായിരുന്നു എന്നുള്ളത്. കാരണം അതിനടുത്തുള്ള വീടുകൾക്കൊന്നും അത്രയും എമൗണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലെൻഡറിന് ബാങ്കിനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മന്ത്ലി ഇവർക്ക് അടയ്ക്കാന്ന് പറഞ്ഞാൽ മോർഗേജും അടയ്ക്കണം, ബാങ്കിലേക്കുള്ളതും അടയ്ക്കണം, പ്രൈവറ്റ് ലെൻഡറിനുള്ളതും അടയ്ക്കണം. ലിറ്ററലി അവര് ജോലിക്ക് പോകുന്നത് ഇത് അടയ്ക്കാൻ വേണ്ടി മാത്രം. വേറൊരു സേവിങ്സും ഇല്ല. ഇനി ഈ വീട് ഇപ്പൊ വിറ്റിട്ട് വേറെ ഇതിന്റെ പൈസ അടച്ച് തീരാന്ന് വെച്ചാൽ ഈ വീടിന് ആക്ച്വലി അത്രയും മാർക്കറ്റിൽ എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടമാണ്. ഇവര് കയ്യിൽ നിന്ന് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയാണ്. അപ്പം അങ്ങനെയൊക്കെ പെട്ടുപോയിട്ടുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ഇത്രയും എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നും അല്ലല്ലോ. അപ്പൊ അവർക്ക് അവിടെ താമസിക്കാനേ വഴിയുള്ളൂ. എന്നാൽ ഈ താമസിച്ചു കഴിഞ്ഞാൽ ആ ജോലി ഇല്ലെങ്കിൽ അവർക്ക് ആ മാസം മോർഗേജ് അടയ്ക്കാൻ പറ്റില്ല. അപ്പൊ നാട്ടിലും പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും റിയലേറ്ററിനെ ഇതൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കാം. നമ്മളെപ്പോഴും വീട് വാങ്ങിക്കുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി വരും, അതും മോർഗേജ് ഫീസ് എത്ര വേണ്ടി വരും, അതുമാണ് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ ഒരു വീട് വാങ്ങിക്കുക അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ
ഈ മന്ത്ലി നമുക്ക് മോർഗേജ് ഫീ മാത്രമല്ല വരണത്. മോർഗേജ് ഒക്കെ ബാങ്കിന് കൊടുക്കുന്ന $1800 $1500 ഒക്കെ ആയിരിക്കും. പക്ഷെ അതുകൂടാതെ ഇപ്പൊ അപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മെയിന്റനൻസ് ഫീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു മാനേജ്മെന്റിന് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്. ഹൈഡ്രോ വേറെ ആയിരിക്കും. പിന്നെ ഇപ്പൊ വീടൊക്കെ ആണെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും. ലൈക് പ്രോപ്പർട്ടി ടാക്സ്, അതുപോലെ തന്നെ മുനിസിപ്പൽ ടാക്സ്, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഗാർബേജ് ഡിസ്പോസൽ ടാക്സ്, ഇങ്ങനെ എക്സ്ട്രാ പൈസ വരും. അപ്പൊ നമ്മൾ ഒരിക്കലും കറക്റ്റ് നമുക്ക് ഇത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും എമൗണ്ട് തന്നെ മോർഗേജ് വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഇതൊക്കെ എക്സ്ട്രാ വരും. പിന്നെ ഒരു വീടാണ്, നമുക്ക് എന്ത് എപ്പ പറ്റും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു സാധനം കേടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് റെന്റിന് നിൽക്കുകയാണെങ്കിൽ ഓക്കെ, ഓണർ വന്ന് റെഡിയാക്കും. ഇത് നമ്മുടെ വീടാണ്, നമ്മൾ തന്നെ റെഡിയാക്കണം. അപ്പൊ അതിന് നമ്മൾ പൈസ കരുതേണ്ടി വരും. അപ്പൊ എമർജൻസി ഫണ്ട് ആയിട്ടുള്ള പൈസയും വേണ്ടി വരും. അപ്പൊ കറക്റ്റ് മോർഗേജ് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് ആക്കി വെക്കരുത്. അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ആലോചിക്കേണ്ടി വരും. ഒരു ആദ്യത്തെ മാസം തന്നെ ബാങ്ക് ക്ലോസിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് മോർഗേജ് അടയ്ക്കേണ്ടെന്ന് പറയും. പിന്നെയുള്ള മന്ത് തൊട്ട് മോർഗേജ് അടച്ചാൽ മതി എന്നാണ് പറയാ. അപ്പൊ അത് കണ്ടിട്ട് ഓക്കെ, ഈ മാസം അടയ്ക്കണ്ട, ഇതൊരു ബെനിഫിറ്റ് ആയി എടുക്കാം, ഈ പൈസ നമുക്ക് എടുക്കാം എന്നുള്ളത് വിചാരിക്കരുത്. അത് നിങ്ങൾ എക്സ്ട്രാ പേയ്മെന്റ് ആയിട്ട് അതിലേക്ക് തന്നെ അടച്ചോളൂ. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇയർലി ഓരോ വർഷവും നമ്മൾ 12 ടൈമാണോ അടയ്ക്കണം, 12 മാസം. അത് ഒരു 13ാമത്തെ പേയ്മെന്റ് എല്ലാ വർഷവും നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 25-30 വർഷത്തേക്കാണ് ആ ലോൺ എടുത്തേക്കണേ വെച്ചാൽ അതൊരു പകുതിയായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് അടച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ പേയ്മെന്റ് കയ്യിൽ കരുതുക, നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കറക്റ്റ് തന്നെ അടച്ചു പോവാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ചോയ്സ് ആണ്. പക്ഷെ ഒരു ബെറ്റർ ഓപ്ഷൻ ഈ ഒരു എക്സ്ട്രാ പേയ്മെന്റ് ആണ്. പിന്നെ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അത് ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്, ഡിസബിലിറ്റി ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പൊ ഡിസബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇപ്പം ജോലി പോയി, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ആ ഒരു സമയത്ത് ഇൻഷുറൻസ് കമ്പനി നമ്മുടെ മോർഗേജ് ഒരു 2 മാസം വരെയൊക്കെ അവരടയ്ക്കും. അത് ഇപ്പൊ നമ്മളിപ്പോ ജോലി ഒരിക്കലും പോകില്ല, എന്റെ ജോലി ഫിക്സ്ഡ് ആണ് അങ്ങനെയൊക്കെ വിചാരിച്ച് അത് എടുക്കാതിരിക്കരുത്. കാരണം ലൈഫിൽ എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ ആ ഒരു ഇൻഷുറൻസ് എടുക്കുക. പിന്നെ ഹൗസ് ഇൻഷുറൻസ് അറിയാലോ, കാനഡയിൽ എല്ലാം മരത്തോണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ തീ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണ്. ഇപ്പൊ ഒരു അപ്പാർട്ട്മെന്റിൽ തീ പിടിച്ചാൽ മറ്റേ അപ്പാർട്ട്മെന്റിലേക്ക് വരെ അധികം സമയമൊന്നും വേണ്ട. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഹൗസ് ഇൻഷുറൻസ് എന്തായാലും എടുത്തിരിക്കണം. അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ വേറെ എന്ത് നമ്മൾ അടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മന്ത്ലി നമ്മൾ ഹൗസ് ഇൻഷുറൻസ് അടച്ചിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല എന്ന് വെച്ചാൽ പോലും ആ പൈസ എടുത്ത് നിങ്ങൾ ഹൗസ് ഇൻഷുറൻസ് അടച്ച് ഇരിക്കണം. കാരണം എപ്പോ വേണമെങ്കിലും ഇവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതും അറിയാലോ, ഇവിടുത്തെ ഇപ്പോഴത്തെ തീപിടുത്തത്തിന്റെ അവസ്ഥയൊക്കെ ഇപ്പൊ നിങ്ങൾ LA കാണുന്നില്ലേ. അപ്പൊ എപ്പോഴും ആ ഒരു ഹൗസ് ഇൻഷുറൻസ് ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു വീട് മൊത്തത്തിൽ ചാരാവും. പക്ഷെ അതിന്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ഡെറ്റ് നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നില്ല. അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും ബാങ്കിൽ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാതെ പിന്നെ അത് അടയ്ക്കാന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സൂയിസൈഡിന് വക്കിലെത്തേണ്ട വരും ആ സിറ്റുവേഷൻസിൽ. ഇത്രയും ഡെറ്റ് നമുക്ക് എന്ത് ചെയ്താലും അടയ്ക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ ഹൗസ് ഇൻഷുറൻസ് എടുത്തിരിക്കുക, അത് അടച്ചിരിക്കുക. അത്രേ ഉള്ളൂ. പിന്നെ കാനഡത്തെ കാര്യം അറിയാലോ, എല്ലാ വർഷവും നമ്മൾ പറയും 5 വർഷം കഴിയുമ്പോൾ മാർക്കറ്റ് ഇടിയും, 5 വർഷം കഴിയുമ്പോൾ മാർക്കറ്റ് ഇടിയുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ തൊട്ട് നമുക്ക് അത് കയറുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. മീൻസ് എവിടെയും അത് ഭയങ്കരമായി കുറയുന്ന ഒരു നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ ഓൾവേസ് നമ്മൾ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ മാർക്കറ്റിൽ കയറുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വീട് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പാർട്ട്മെന്റ് വാങ്ങുക. അങ്ങനെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങളിപ്പോ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങി, അല്ലെങ്കിൽ വേറെ കുഞ്ഞു വീട് വാങ്ങി, നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾക്ക് ഒരു 1 മില്യൺ 1.5 മില്യൺ ഒക്കെ വീടായിരുന്നു. പക്ഷെ നിങ്ങളുടെ കയ്യിൽ അത്ര പൈസ ഉണ്ടായില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 5 ലക്ഷത്തിന്റെ വീട് വാങ്ങേണ്ട വന്നു, 8 ലക്ഷത്തിന്റെ വീട് വാങ്ങേണ്ട വന്നു നിൽക്കാം. നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾ അതിൽ ജീവിക്കുക, നിങ്ങളുടെ വീട്ടിലാണ് താമസിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് ഒരു 3 വർഷം കഴിയുമ്പോൾ ഇതിന്ന് കിട്ടുന്ന പൈസ എടുത്ത് നിങ്ങൾക്ക് വലിയൊരു വീട് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ അത് വിചാരിച്ച് നിങ്ങൾക്ക് വേണ്ടത് 1.5 മില്യൺ വീടാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ വാങ്ങുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും അതിന് ഇങ്ങനെ ഹെൽഡ് ബാക്ക് ചെയ്ത് വെക്കരുത്. നിങ്ങൾ എപ്പോഴും ആ മാർക്കറ്റിലോട്ട് ഇറങ്ങുക, അതില് കയറി അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ളത് വാങ്ങും. ഇപ്പൊ ഒരു കുഞ്ഞു ഫാമിലിയാണ്, അല്ലെങ്കിൽ ഒരു കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു BHK അല്ലെങ്കിൽ 2 BHKയുടെ ഒരു അപ്പാർട്ട്മെന്റ് മതിയായിരിക്കും ജീവിക്കാൻ. അപ്പൊ നിങ്ങൾ അത് വാങ്ങിക്കാം. പിന്നെ നിങ്ങൾ ഭാവിയിൽ അത് മാറ്റി വേറൊരു വീടായിട്ട് അങ്ങോട്ടേക്ക് മാറാം. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു ചോയ്സ് ആണ്. അത് എത്രയും പെട്ടെന്ന് ഇറങ്ങുന്നു അത്രയും നല്ലത്. പിന്നെ പറയാനുള്ളത്, ഇനി അതല്ല, ഇനി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിനാണ് താല്പര്യം, ലൈക്ക് നിങ്ങൾക്ക് വല്ല കടകൾ വാങ്ങിക്കുക അങ്ങനത്തെ ഒക്കെ താല്പര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതും ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് വീട് വാങ്ങിക്കണ്ട, ഞങ്ങളിപ്പോ ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കാം. പക്ഷെ ഇൻവെസ്റ്റ്മെന്റിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5% എന്നുള്ള ഒരു ബെനിഫിറ്റ് അതിലില്ല. നിങ്ങൾ ഒരു 20% അടയ്ക്കേണ്ടി വരും. അപ്പൊ നിങ്ങളൊരു 1 ലാഖിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ അതിന് 20% അടയ്ക്കേണ്ടി വരും, 5% വരും. അതും കൂടെ ഒന്ന് മനസ്സിൽ കാണാം. അല്ലാതെ പെട്ടെന്ന് നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങണം എന്ന് പറഞ്ഞാൽ 5% കൊണ്ട് പോയി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങാം.
അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് റെന്റിന് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർക്കും 20% നിങ്ങൾ അടയ്ക്കേണ്ട പൈസ, അല്ലാതെ 5% അല്ല. പിന്നെ വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഇറങ്ങുകയാണ് മാർക്കറ്റിലോട്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം അറിഞ്ഞിട്ട് ഇറങ്ങുന്നതും ഒന്നും അറിയാതെ അതിലോട്ട് ഇറങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇറങ്ങുക. ഇനി ആർക്കെങ്കിലും വീട് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. അവർ മനസ്സിലാക്കട്ടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ അവർ ഡിസിഷൻ എടുക്കേണ്ടത് ഒരു വീട് വാങ്ങണേ മുന്നെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.